സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ രൂക്ഷമായ ആക്രമണവുമായി അമേരിക്ക. 2 സൈനികരടക്കം 3 യുഎസുകാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് IS കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ഈ തിരിച്ചടിയെത്തുന്നത്. ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്ക് എന്ന പേരിലാണ് സിറിയയിലെ IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US ആക്രമണം ആരംഭിച്ചത്. പെന്റഗൺ മേധാവിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. IS അംഗങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ കേന്ദ്രങ്ങളും ഇല്ലാതാക്കുന്നതിനായി US സൈന്യം സിറിയയിൽ ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്ക് ആരംഭിച്ചതായി പെന്റഗൺ മേധാവി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ഡിസംബർ 13-ന് US സേനയ്ക്കെതിരെ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കക്കാരെ നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ എവിടെയാണെങ്കിലും നിങ്ങളെ വേട്ടയാടുമെന്നും ക്രൂരമായി കൊല്ലുമെന്നും പെന്റഗൺ മേധാവി മുന്നറിയിപ്പും നൽകി. മധ്യ സിറിയയിലെ 70ഓളം IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-15 ഈഗിൾ, A-10 തണ്ടർബോൾട്ട് തുടങ്ങിയവയും AH-65 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുമടക്കം ഉപയോഗിച്ചാണ് US സൈന്യം IS കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തിയതെന്നാണ് വിവരം. ജോർദാനിൽ നിന്നുള്ള അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളും ഹിമാഡ് മിസൈലുകളും US സേന ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നേരത്തെ ഡിസംബർ 13-ന് സിറിയയിലെ പാൽമിറയിൽ IS ആക്രമണത്തിൽ 2 സൈനികരും അമേരിക്കൻ സ്വദേശിയായ ഭാഷാ പരിഭാഷകനും കൊല്ലപ്പെട്ടിരുന്നു. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് അന്ന് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ അമേരിക്കക്കാരെ ലക്ഷ്യമിട്ടാൽ ശേഷിക്കുന്ന ജീവിതം വേട്ടയാടപ്പെടും, കണ്ടെത്തി കൊലപ്പെടുത്തുന്നതും ഉറപ്പാക്കുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് സൈനികർക്കെതിരായ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. സിറിയയിൽ ഭീകരവാദത്തിനെതിരായ പ്രവർത്തനം തുടരുമെന്നും പ്രതിരോധ സെക്രട്ടറി വിശദമാക്കിയിരുന്നു. അടുത്തിടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ പോരാട്ടത്തിന് സിറിയ അമേരിക്കയുമായി കൈകോർത്തത്. സിറിയയും ഇറാഖിലുമായി 7000ഓളം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഉണ്ടെന്നാണ് UN-ന്റെ കണക്കുകൾ പറയുന്നത്. 2015 മുതലാണ് അമേരിക്കൻ സേന സിറിയയിൽ നിരീക്ഷണം തുടങ്ങിയതും. സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽഷറ ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ആഴ്ചകൾക്കകമാണ് ഈ വെടിവെപ്പുമുണ്ടായത്. ആ കൂടിക്കാഴ്ച വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സിറിയയിലെ ദീർഘകാല ഭരണാധികാരിയായിരുന്ന ബഷാർ അൽ അസദിനെ കഴിഞ്ഞ വർഷം അവസാനം വിമത നീക്കത്തിലൂടെ അട്ടിമറിച്ചാണ് അൽഷറ അധികാരം സ്വന്തമാക്കിയത്. US ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് ഒരു ദിവസത്തിന് ശേഷമാണ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറ സുപ്രധാനമായ ഔദ്യോഗിക സന്ദർശനത്തിന് നവംബറിൽ US-ലെത്തിയത്. 1946-ൽ ഫ്രാൻസിൽ നിന്ന് സിറിയ സ്വതന്ത്രമായതിനു ശേഷം ഒരു സിറിയൻ നേതാവ് വൈറ്റ് ഹൌസിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തുന്നതും അന്ന് ആദ്യമായിരുന്നു. സിറിയക്കെതിരായ ഉപരോധങ്ങൾ US 108 ദിവസത്തേക്ക് കൂടി നിർത്തിവെച്ച സാഹചര്യത്തിലായിരുന്നു അൽഷറയുടെ ആ സന്ദർശനം. US തലസ്ഥാനത്ത് അൽഷറ ഇറങ്ങുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിലെ 71 അംഗങ്ങളെ കസ്റ്റഡിയിലെടുത്തതായി സിറിയ പ്രഖ്യാപിച്ചു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതായും വാർത്ത പുറത്തുവിട്ടിരുന്നു. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ വെച്ച് UN പൊതുസഭ അൽഷറ അഭിസംബോധനയും ചെയ്തിരുന്നു. നേരത്തെ അൽ ഖ്വയ്ദയുമായി ബന്ധമുണ്ടായിരുന്ന ഷറയുടെ ഹയാത്ത് തഫ്രീൻ അൽ ഷാമിനെ ജൂലൈയിൽ US ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. US ഇറാഖ് അധിനിവേശ കാലഘട്ടത്തിലാണ് ഭീകരവാദ സംഘടനയുമായി ഷറ പൊതുരംഗത്ത് എത്തുന്നത്. 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ് ഇപ്പോൾ സിറിയ. പുനർനിർമ്മാണ ചെലവ് $216 ബില്യൺ ആയിരിക്കുമെന്നാണ് ലോകബാങ്ക് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.